രാജ്ഭവനിൽ സംഭവിച്ചതിനകത്ത് ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ആ സംഭവിച്ചതെന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അപ്പോൾ കേവലമായി അവിടെ രാജ്ഭവൻ മാത്രം ചെയ്തതെന്നല്ല എന്നും ഇവരുടെ ഒരു രാഷ്ട്രീയ ധാരണയുടെ പുറത്ത് ചെയ്തതായിരിക്കുമെന്നുമാണ് ഇപ്പോൾ ഞാൻ കണക്ക് കൂട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ ആ സംഘടനയ്ക്ക് ഇങ്ങനൊരു പ്രതിഷേധത്തിന്റെ കാര്യമില്ല. രണ്ട്, ഭാരതാംബ എന്നുള്ളതിനെ ഇന്ത്യ ഗവൺമെന്റ് ഔപചാരികമായി അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ അത് വെളിവാക്കുകയാണ് BJPയും RSSും ചെയ്യേണ്ടത്. അവരുടെ ഏറ്റവും പരമോന്നത നേതാവാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ ഔദ്യോഗികമായി അംഗീകരിക്കാതിരിക്കുന്നത്? അപ്പോൾ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത ഒരു ചിഹ്നം, ഒരു ചിത്രം ഔദ്യോഗിക പരിപാടിക്കകത്ത് വേണമെന്ന് ശാഠ്യം പിടിക്കുകയായിരുന്നു രാജ്ഭവൻ ചെയ്തത്. അതൊരു രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ഒരു സംശയം ഞാനെന്ന് ഉയർത്തി. അത് ശരിയാണ് എന്നാണ് ഇപ്പോഴത്തെ ഈ കാര്യങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ജനങ്ങളോട് പറയാനാണ് BJPയും RSSും തയ്യാറാവേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഈ രാജ്യത്തെ ഏറ്റവും ആദരണീയരായ ആളുകളെല്ലാമാണ് ഉണ്ടായിരുന്നത്. അവരെക്കാൾ വലിയ ദേശസ്നേഹം നമുക്കാർക്കും അവകാശപ്പെടാൻ കഴിയുകയില്ല. കാരണം നമ്മളിൽ ഇരിക്കുന്ന എല്ലാവരും, മിക്കവാറും മഹാഭൂരിപക്ഷം പേരും സ്വാതന്ത്ര്യത്തിന് ശേഷം പെറ്റുവീണ തലമുറയുടെ പ്രതിനിധികളാണ്. നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയവരെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ വഴികളിലൂടെ വന്നവരാണ്. അതിന്റെ പേരിൽ കിരാതമായ മർദ്ദനങ്ങളും ജയിലറകളുമെല്ലാം ഏറ്റുവാങ്ങിയവരാണ്. അവർ സൃഷ്ടിച്ചെടുത്ത ഒരു ഭരണഘടനയിൽ അവർക്ക് ആർക്കും തോന്നിയില്ല ഇങ്ങനെ ഒരെണ്ണം ഉൾപ്പെടുത്തണം എന്ന്. അപ്പൊ ഇന്ത്യൻ ഭരണഘടന പറയാത്ത, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കാത്ത, ഔദ്യോഗികമായി ഇതാണ് ഭാരതാംബയുടെ ദൃശ്യം അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രമെന്ന് ഇന്നേ വരെയും സ്ഥാപിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക വിഭാഗം മാത്രം ആചരിക്കുന്ന അല്ലെങ്കിൽ ആദരിക്കുന്ന ഒരു ചിത്രത്തെ ഔദ്യോഗിക പരിപാടിയുടെ ഭാഗമാക്കാൻ ഒരു കാരണവശാലും നാളെ ആയാലും സമ്മതിക്കുകയില്ല. അത് ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റിനാണ് എന്നുള്ളതുകൊണ്ട് ഈ ഗവൺമെന്റിന് എന്തായാലും അതിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല. ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം ഈ ഇന്ത്യ വിളിച്ച മുദ്രാവാക്യമല്ലേ? ആ മുദ്രാവാക്യത്തിന് എന്താണ് കുഴപ്പമുണ്ടാവുക? ആ മുദ്രാവാക്യത്തെ ആരാണ് ആ മുദ്രാവാക്യത്തിന് വിശദീകരണം നൽകിയത്? നമ്മുടെ മുമ്പിൽ ചരിത്രമുണ്ടതെല്ലാം. ഇപ്പം സംഘപരിവാറിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഏറ്റവും മോശക്കാരനാണെന്ന് തോന്നുമെങ്കിലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ് ഭാരത് മാതാ എന്നാൽ എന്താണ് എന്ന് ലോകത്തിന് മുമ്പാകെ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ഇന്ത്യയെ കണ്ടെത്തലിനകത്ത് എനിക്ക് തോന്നുന്നു 3-ാമത്തെ അധ്യായത്തിലോ മറ്റോ ആണെന്ന് തോന്നുന്നുണ്ട്, അത് വിശദീകരിക്കുന്നുണ്ട്. എല്ലാവരും ഈ ഭാരത് മാതാ കീ ജയ് വിളിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ വിളിക്കുന്നത്? എന്താണ് ഈ ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ? നാട്ടിലെ സാധാരണക്കാർ പറഞ്ഞു ഞങ്ങളുടെ മണ്ണാണെന്ന്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് മാത്രമല്ല, അപ്പുറത്തെ മണ്ണുണ്ടാവില്ലേ? ഈ ജില്ല ഉണ്ടാവില്ലേ? സംസ്ഥാന പ്രൊവിൻസുകൾ ഉണ്ടാവില്ലേ? ഇതൊക്കെ ചോദിച്ചിട്ട് ജനങ്ങൾക്ക് ഒരു ഉത്തരമൊന്നുമില്ലായപ്പോൾ അവർ തന്നെ പറഞ്ഞു, അങ്ങ് തന്നെ പറയൂ എന്താണ് ഈ ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു, ഈ മണ്ണും വിണ്ണും ഈ പൂക്കളും പുഴകളും ചെടികളും മരങ്ങളും പക്ഷികളും എല്ലാം ചേരും. അത് മാത്രവുമല്ല, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇന്ത്യൻ ജനതയാണ് ഭാരത് മാതാ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിലെ ജനങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ ഭാരത് മാതാ എന്നതിന് ഏറ്റവും വലിയ നിർവചനം കൊടുത്തത് ജവഹർലാൽ നെഹ്റുവാണ്. അതിനെ തുടർന്നാണ് ഇന്ത്യൻ ജനത മുഴുവൻ ഈ മുദ്രാവാക്യം വിളിക്കുന്നതിലേക്ക് എത്തിയതും. അത് ആരോടെങ്കിലുള്ള പ്രതിഷേധത്തിന് വേണ്ടി ഉയർത്തുന്നതല്ല, ഒരു നാടിന്റെ ഐക്യത്തിനായി ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർത്താണ്. അന്ന് ആ മുദ്രാവാക്യം ഉയർത്താത്തവരാണ് ഇന്ന് ആ മുദ്രാവാക്യം ഞങ്ങളുടെ മുദ്രാവാക്യമാണെന്നെല്ലാം പറയുന്ന തരത്തിൽ സംഘപരിവാർ ആ മുദ്രാവാക്യം ഉയർത്തി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായതിന്റെ ഒരു ചരിത്രം പോലും ആർക്കും കാണിക്കാൻ കഴിയില്ല. അത്തരം ഒരു ആശയ സംവാദങ്ങൾക്കാണ് സംഘപരിവാറും തയ്യാറാവേണ്ടത്. ഇല്ല, ഇത് സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണെന്ന് ആരാണ് പറഞ്ഞത്? ഇത് സംഘപരിവാർ മുദ്രാവാക്യമല്ലല്ലോ. ഭാരത് മാതാ കീ ജയ് എന്നുള്ളത് സംഘപരിവാർ മുദ്രാവാക്യമല്ലേ അല്ല. ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യത്തിന്റെ എന്താണ് അർത്ഥം, എന്താണ് അതിന്റെ ആഴം എന്ന് പറഞ്ഞത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ആ ആഴത്തെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം രേഖപ്പെടുത്തിയത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അദ്ദേഹം മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം അപ്പാടെയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അടക്കമുള്ളവർ അന്ന് ഈ ചിന്താഗതിയോടുകൂടി തന്നെയാണ് ആ മുദ്രാവാക്യത്തിന് അണിനിരുന്നത്. അതാണ് നമ്മൾ പറയുന്ന ഭാരതമാതാവ്, ഇന്ത്യൻ ജനതയാണ്. ഇവർ കൊണ്ടുവരുന്ന ഇന്ത്യൻ ഭൂപടം പോലും വികലമാക്കി അവതരിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന രൂപമല്ല ഇന്ത്യയുടെ ഭാരതമാതാവ് ആകേണ്ടത്. അപ്പൊ ഇന്ത്യൻ ജനത പറയുന്ന ഭാരതമാതാവ്, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഇന്ത്യ, ഈ മണ്ണ്, ഈ വിണ്ണ്, ഇവിടുത്തെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉൾക്കൊള്ളുന്നതും എല്ലാത്തിനും ഉപരി മനുഷ്യൻ ചേരുന്ന ഒന്നാണ്. മനുഷ്യരാണ് ആത്യന്തികമായിരുന്നത്. അതിനെയാണ് ഞങ്ങൾ ആദരിക്കുന്നത്. ആ ഭാരത് മാതാവ് RSSകാരുടെ ഭാരത് മാതാവ് അല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ.
ഇല്ലില്ല, അങ്ങനെ ഒരു തണുത്ത നിലപാടില്ലല്ലോ. തണുത്ത നിലപാടുണ്ടെങ്കിൽ കൃഷി വകുപ്പ് തന്നെ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തുമോ? ഞങ്ങളെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നവരുമല്ലേ. ഞാൻ ഈ കാര്യം സംസാരിക്കുമ്പോൾ അതിനകത്ത് വേണ്ട എന്നൊരു നിലപാട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ലല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം കൂടി ചേർന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ നിലപാടെടുക്കുന്നത്. അതുകൊണ്ട് തണുത്ത നിലപാട്, ചൂടായ നിലപാട് എന്ന നിലപാടില്ല. എല്ലാവർക്കും നിലപാടുണ്ട്. ആ നിലപാട് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി തന്നെ ആദ്യ ദിവസം തന്നെ വ്യക്തമാക്കി. CPIM സംസ്ഥാന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു എന്താണ് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്ന്. കേരളത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് MB ഗോവിന്ദൻ മാസ്റ്റർ കൃത്യതയോടുകൂടി എന്നവണ്ണം പാർട്ടി നിലപാട് പറഞ്ഞു. ഇതല്ലേ രാഷ്ട്രീയ നിലപാടെന്ന് പറഞ്ഞാൽ? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ആ നിലപാടുകൾ പറയുന്നു. ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കേണ്ട ചില കാര്യങ്ങൾ ജനപ്രതിനിധി എന്നുള്ളതിൽ സഖാവ് സന്തോഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നു. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആൾക്കാർ ഇന്ത്യൻ ഭൂപടത്തിന്റെ വികലമായ ഒന്നിനെ ആ ഭൂപടത്തിന്റെ രീതിയാക്കി അവതരിപ്പിക്കുന്നത് പോലും തെറ്റാണ്.